ഞാൻ വന്നതേ ഒരു ന്യൂസ് കേട്ടു. ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷെഹിൻഷായുടെ മുടി മുറിച്ചു. ജയിൽ ചട്ടം പാലിച്ച് മുടി മുറിച്ചു എന്നാണ് വിശദീകരണം. വളരെ നന്നായി. കൊടുക്കേണ്ടത് അപ്പൊ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അവനൊക്കെ തലേക്ക്. മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഏപ്രിൽ പൂര ദിവസം വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പോലീസ് മണവാളിനെ അറസ്റ്റ് ചെയ്തത്. ഇവനെയൊക്കെ ആദ്യം ഒന്ന് വിരട്ടി നിർത്തിയാലേ ശരിയാവൂ, ഇല്ലെങ്കിൽ പ്രാക്ക് നമുക്കൂടി കേൾക്കും. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ജയിലിൽ വെച്ച് മണവാളന്റെ മുടി എന്തായാലും ജയിൽ അധികൃതർ മുറിച്ചിരുന്നു. സ്വന്തം വെടിപ്പും വൃത്തിയായിട്ടൊക്കെ നടക്കണം. ഈ മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി വെക്കണം. അങ്ങനെ മുടി മുറിച്ചതിന് ശേഷം ഇയാൾ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മുടി മുറിച്ചു മാറ്റിയതോടെ തന്റെ രൂപം പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന മനോവിഷമപ്പെടുകയും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാളുടെ രൂപവും ഭാവവും ഒക്കെ മാറുകയെന്ന് വെച്ചാൽ പിന്നീട് ഈ മനോനില തെറ്റിയതിനെ തുടർന്ന് ഈ മണവാളൻ എന്ന യൂട്യൂബറെ ശരിക്കും കയ്യിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ. തൃശ്ശൂരിലെ തന്നെ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയുമായിരുന്നു. നടപ്പ് കണ്ടില്ലേ, ഇയാൾക്ക് ഭ്രാന്ത് തന്നെ. ഇത്രത്ത് ലോല ഹൃദയനായി പോയല്ലോ മണവാളിനെ ആലോചിക്കും. ഒത്തിരി പേർക്ക് പ്രാങ്ക് കൊടുത്ത് പറ്റിച്ച് കരയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ദേഷ്യപ്പെടുത്തിയിട്ടുള്ള ഇടി ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ ഇങ്ങനെ മുടി വെട്ടിയതിന്റെ പേരിൽ സ്വന്തം മുഖം പോലും തിരിച്ചറിയാതെ മാനസികാസ്വസ്ഥ ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പല ചീപ്പ് ട്രിക്കുകൾ എന്റെ കയ്യിലുണ്ട്. ജയിൽ ചട്ടങ്ങൾ പ്രകാരമാണ് മുടി മുറിച്ചെന്നുള്ള വിശദീകരണമാണ് തൃശൂർ ജില്ലാ ജയിൽ സൂപ്രണ്ട് നൽകുന്നത്. അതിപ്പോ ഇവിടെ ഉള്ളവരായാലും ശരി, പുറത്തുനിന്നുള്ളവരായാലും കൊള്ളാം, ചട്ടം ചട്ടമാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മുടി വെട്ടിയതിന്റെ പേരിലാണോ അല്ല പോലീസുകാരെന്തെങ്കിലും ഉപഹാരം കൊടുത്തതിന്റെ പേരിലാണോ ഈ മണവാളന്റെ മാനസികാസ്വസ്ഥ ഉണ്ടാകുന്ന എനിക്ക് അറിയത്തില്ല. ജയിൽ തടവുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ റിമാൻഡ് തടവുകാരെ എല്ലാം സംബന്ധിച്ച് ശരീരശുദ്ധി വേണം എന്നതാണ് ജയിൽ ചട്ടങ്ങളിൽ പറയുന്നത്. പോലീസുകാർക്ക് തലവേദന ഉണ്ടാക്കാതെ അവർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നവരോട് പോലീസുകാർ മയത്തി നിൽക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ അവര് പറയുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്റെ നാക്കിന് നീളം പോരാന്നുള്ളതാണ്. ഇവിടെ പോലീസുകാരെ മൊത്തം വട്ടം ചുറ്റിച്ച് ഇത്രയും മാസം ഇട്ട് ഓടിച്ച് വലച്ച് ഇവനെ കൈ കിട്ടി കഴിഞ്ഞപ്പോ റീൽസ് എടുപ്പ്. പണ്ടേ അവനൊരു വികൃതിയാണ്, അതുകൊണ്ട് പെരുമാറ്റശുദ്ധി ഒന്നും പ്രതീക്ഷിക്കണ്ട. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? പോലീസുകാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ മാധ്യമക്കാരിലോട്ട് ഒന്നും പറ്റത്തില്ല. അകത്ത് കിട്ടിയപ്പോ പിടിച്ച് മൊട്ടയടിച്ചില്ലെങ്കിൽ മുടി വെട്ടി വിട്ടാന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം.